അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മളൊരു ടെസ്റ്റിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരട്ടെ. നോർമൽ വയേഴ്സും അപ്പാറിൻ്റെ വയറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അത് എന്താണെന്നുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ ലൈവ് നിങ്ങളുടെ മുമ്പിൽ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരുവാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ ഇത് ഒരിക്കലും അപ്പാറിൻ്റെ മെഷീനല്ല. ഇത് എല്ലാ കമ്പനികൾക്കും അവരുടെ വയറിൻ്റെ ടെമ്പറേച്ചർ വിഷൻ്റെ കപ്പാസിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള മെഷീനാണ്. ഇതിൽ നമ്മൾ 2 വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നീല വയർ ഇന്ന് മാർക്കറ്റിലുള്ള ഒരു ലീഡിംഗ് ബ്രാൻഡിൻ്റെ വയറാണ്. അതുപോലെ തന്നെ റെഡ് വയർ നമ്മുടെ അപ്പാർ അണുശക്തി ഫയർ പ്രൊട്ടക്ട് എന്ന് പറയുന്ന നമ്മുടെ തന്നെ വയറാണ്. അപ്പോൾ ഈ 2 വയർ നമ്മൾ പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് പൈപ്പിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഈ വയർ സ്റ്റഡി ആയിട്ടായിരിക്കില്ല കിടക്കുന്നത്, അതായത് നേരെ ആയിരിക്കില്ല കിടക്കുന്നത്. ഒരു വയർ മറ്റൊരു വയറിനോട് ടച്ച് ചെയ്തായിരിക്കും തീർച്ചയായിട്ടും കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ നമുക്കൊന്ന് ഓവർലോഡൊന്ന് കടത്തി വിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതുക്കെ ആ വയറിൽ നിന്ന് സ്മോക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഒരു ഓവർലോഡ് സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ വയറിൽ സംഭവിക്കുന്ന മാറ്റം. ഇതിപ്പോൾ നമ്മൾ ഒരു ഓപ്പൺ ടെമ്പറേച്ചറിലാണ് നമ്മളിപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് കോൺക്രീറ്റ് പൈപ്പിൻ്റെ ഉള്ളിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിമിഷങ്ങൾ കൊണ്ട് ഈ പറയുന്ന വയർ അതിൻ്റെ ഇൻസുലേഷൻ മെൽറ്റ് ആയിരിക്കും. കാര്യം ഇവിടുത്തെ ടെമ്പറേച്ചർ ആയിരിക്കില്ല ഒരിക്കലും നമ്മുടെ കോൺക്രീറ്റ് പൈപ്പിൻ്റെ ഉള്ളിൽ. തീർച്ചയായിട്ടും ഒരു 50% ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അവിടെ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന അതിൻ്റെ ഇൻസുലേഷൻ ഉരുകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഓഫ് ചെയ്ത് നോക്കാം വയറിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ അതിൻ്റെ ഇൻസുലേഷൻ ഉരുകി നോർമൽ വയറിൻ്റെ കോപ്പർ പുറത്ത് വന്നിട്ടുണ്ടാവും. ഇത് മറ്റൊരു വയറിനോട് ടച്ച് ചെയ്തിരിക്കുന്ന നോർമൽ വയറാണ്. ഇതാണ് അപ്പാറിൻ്റെ ബീം കേബിൾസ്. ഇതാണ് ഈ ടെക്നോളജിയുടെ പ്രത്യേകത. ഇനി എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വയറിൻ്റെ ഫ്ലെക്സിബിലിറ്റി. അതായത് ഇത് ഏകദേശം ഒരു 40 amps ലോഡ് കയറിപ്പോയ വയറാണ്. അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പക്ഷേ ഈ വയറിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും നമ്മുടെ അപ്പാർ അണുശക്തി ഫയർ പ്രൊട്ടക്റ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാര്യം ഇതിൻ്റെ PVC ഇൻസുലേഷൻ ഏകദേശം ഡാമേജ് ആയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ടും പോയി. ഒരു മരത്തടി പോലെയായിട്ടുണ്ട് ഈ വയർ. പക്ഷേ ഇത് അപ്പാർ അണുശക്തി പഴയ ഫ്ലെക്സിബിലിറ്റി തന്നെ ഏകദേശം 90% തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് എത്ര കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര ചൂട് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വയറിൻ്റെ ഇൻസുലേഷന് ഒരു കേടും സംഭവിക്കില്ല. അതുകൊണ്ടാണ് കമ്പനി ഏകദേശം 70 years ഈ വയറിന് ലൈഫ് കൊടുക്കുന്നത്. അത് ഈ പറയുന്ന ബീം ടെക്നോളജി ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത് ഈ സാങ്കേതികവിദ്യയുടെ പ്രത്യേകതയാണ്. ഇത് മറ്റൊരു ബ്രാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഒരിക്കലും ബ്രാൻഡിനെ ബ്ലെയിം ചെയ്യാനല്ല, അത് ഈ ടെക്നോളജിയുടെ പ്രത്യേകതയാണ്. ഇത് ഇങ്ങനെയാണ് നമുക്ക് ഒരു കസ്റ്റമറിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഒരു വലിയ പെട്ടി കൊണ്ടുവന്ന് ഒരു ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നതല്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഈ വയർ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒരു സോൾഡറിങ് അയൺ, പിന്നെ മറ്റുള്ള ഒരു 3-4 ബ്രാൻഡ് വയർ, ഇത്രയാണ് നിങ്ങൾ വാങ്ങേണ്ടത്. അതിനുശേഷം ഒരു 4 ബ്രാൻഡ് വയർ മേടിച്ചിട്ട് അപ്പാറിൻ്റെ വയറും ചേർത്ത് ഇതുപോലെ വെച്ചിട്ട് ഈ വയറിലേക്ക് സോൾഡറിങ് അയൺ നന്നായിട്ട് ചൂടാക്കി ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റുള്ള 3 ബ്രാൻഡിൻ്റെയും വയറിൻ്റെ ഇൻസുലേഷൻ അത് ഉരുകി അതിൻ്റെ കോപ്പറിൽ ടച്ച് ആയിട്ടുണ്ട്. അതിൻ്റെ ഇൻസുലേഷൻ ഉരുകിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പാറിൻ്റെ വയർ ആ പഴയ ഫോമിൽ അതുപോലെ തന്നെ ഉണ്ട്. കൂടാതെ നമുക്കിനി ഡയറക്റ്റ് ഫയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വയറിൻ്റെ ഇൻസുലേഷൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ആ വയറിൻ്റെ ഇൻസുലേഷന് ഒന്നും സംഭവിച്ചിട്ടില്ല. വയർ പഴയ ഫോമിൽ തന്നെയുണ്ട്. ഇതാണ് അപ്പാറിൻ്റെ വയർ. ഇത് മാർക്കറ്റിലുള്ള മറ്റൊരു വയറാണ്. ആ സ്ഥാനത്ത് ഈ വയറാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. സ്മോക്ക് വരുന്നത് കണ്ടോ? അതിൻ്റെ ഇൻസുലേഷൻ ബേണായി ഉരുകി പോയിട്ടുണ്ടാവും. ഇനി ഒന്നുകൂടി അപ്പാറിൻ്റെ വയറൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അതിൻ്റെ ഇൻസുലേഷന് ഒന്നും സംഭവിച്ചിട്ടില്ല, പഴയ പോലെ തന്നെയുണ്ട്. മറ്റുള്ള ഏത് വയറാണെന്നുണ്ടെങ്കിലും അപ്പാറിൻ്റെ വയറായിട്ട് നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്.